ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയതിന് പിന്നാലെ രാജ്ഭവനിലെ ചടങ്ങ് ബഹിഷ്കരിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ നിന്നാണ് വിയോജിപ്പ് പരസ്യമായി പറഞ്ഞ ശേഷം വി ശിവൻകുട്ടി ഇറങ്ങിപ്പോന്നത്. ഗവർണർക്കെതിരെ കടുത്ത വിമർശനങ്ങളുമായി മന്ത്രി പിന്നീട് മാധ്യമങ്ങളെ കണ്ടു. മുൻ ഗവർണറേക്കാൾ കടുത്ത രാഷ്ട്രീയ നിലപാടുള്ളയാളാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന് വി ശിവൻകുട്ടി പറഞ്ഞു. ഗവർണർക്ക് ധിക്കാരവും അഹങ്കാരവുമെന്നും മന്ത്രിയുടെ അതിരൂക്ഷ വിമർശനം. ഇത് വളരെ രാജ്ഭവനെ തനി രാഷ്ട്രീയ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. അഹങ്കാരവും ധിക്കാരവും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടുണ്ടോ? ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഈ ഗവർണറെ ഏതെങ്കിലും പരിപാടിക്ക് എല്ലാം വിളിക്കുന്ന സ്ഥലത്തെല്ലാം ഭാരതാംബയുടെ ചിത്രം ഉണ്ടാക്കണമല്ലോ. സ്ഥാനത്തിലിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ വില കുറഞ്ഞ നിലപാടാണ്. നേരത്തെ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് സമാന വിവാദം ഉണ്ടായിരുന്നു. അന്ന് സർക്കാർ സ്വീകരിച്ച നിലപാട് ഗവർണർക്ക് ബോധ്യപ്പെട്ടു എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞത്. ഗവർണർക്കും ബോധ്യപ്പെട്ടു എന്നാണ് തോന്നുന്നത്. കാരണം പിന്നീട് അതിലൊരു വിശദീകരണം വന്നത് ഔദ്യോഗിക പരിപാടികളിൽ ഇത്തരത്തിലുള്ള ഒരു ചിഹ്നവും വെക്കില്ല എന്ന് തന്നെ അറിയിക്കുന്ന നില രാജ്ഭവൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത്തരമൊരു പ്രസ്താവന നൽകുന്നതിനിടയായത് ഈ സ്വീകരിച്ച നടപടിയിൽ എന്തോ അപാകതയുണ്ട് എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ. ഏതായാലും സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാണ്. അത് അംഗീകൃത നടപടിക്രമങ്ങളനുസരിച്ച് മാത്രമേ പരിപാടികൾ നടത്താൻ പാടുള്ളൂ. ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ചുള്ള എന്തെങ്കിലും പ്രദർശനം അവിടെ നടത്താൻ പറ്റില്ല. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിനിടെ നടത്തിയ വിശദീകരണമാണ്. എന്നാൽ വിവാദം തുടരുന്നത് സർക്കാരിന്റെ വീഴ്ചയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. രാജ്ഭവനെ രാഷ്ട്രീയ പ്രചാരണ വേദിയാക്കരുത് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സർക്കാർ ഇക്കാര്യത്തിൽ തക്ക മറുപടി കൊടുക്കാത്തത് കൊണ്ടാണ് വിവാദം ആവർത്തിക്കുന്നതെന്നും വി ഡി സതീശന്റെ കുറ്റപ്പെടുത്തൽ. അന്ന് ഗവൺമെൻറ് പറയണ്ടേ, രാജ്ഭവൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ കേന്ദ്രമല്ല, ഈ സംസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ ഹെഡ് താമസിക്കുന്ന സ്ഥലമാണ്, ഔദ്യോഗിക സ്ഥലമാണ്. അവിടെ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനുള്ള വേദിയാക്കരുത് എന്ന് ശക്തമായി സംസ്ഥാന ഗവൺമെൻറ് പ്രതിഷേധം അറിയിക്കണം രാജ്ഭവനിൽ. അത് ചെയ്തില്ല, അതുകൊണ്ടാണ് അത് ആവർത്തിക്കപ്പെടുന്നത്. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തു നിന്ന്. ശ്രീജിത്ത്, ഇത് ഇപ്പോൾ കൃഷിമന്ത്രി, അദ്ദേഹത്തിൻ്റെ ഓഫീസ്, അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹത്തിൻ്റെ കടുത്ത വിമർശനം, ഈ രണ്ട് സംഭവങ്ങളും തുടർച്ചയായി ഉണ്ടാവുകയാണ്. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ഇക്കാര്യത്തിൽ രാജ്ഭവൻ ഒരു വിശദീകരണം അറിയിച്ചിട്ടുണ്ട്, പൊതുപരിപാടികളിൽ അത്തരം ചിഹ്നങ്ങൾ വെക്കില്ല എന്നത്. അപ്പോഴത് അത്തരമൊരു നിലപാട് രാജ്ഭവൻ സ്വീകരിച്ചത് സർക്കാർ ഇക്കാര്യത്തിൽ കടുത്ത നിലപാടെടുത്തതോടെ എന്നൊക്കെയാണ് മുഖ്യമന്ത്രി ഇന്നലെ വിശദീകരിച്ചത്. അതിന് തൊട്ടു പിറ്റേന്ന് ഇതാ നേരത്തെ കണ്ട അതേ കാഴ്ചകൾ, അതേ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്. എന്താണ് ഇക്കാര്യത്തിലെ ഇനിയുള്ള നടപടികൾ? സർക്കാരും രാജ്ഭവനും ഈ വിഷയത്തിൽ അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ ഇപ്പോഴും, അല്ലേ? വിജയകുമാർ, ഭാരതാംബയുടെ ചിത്രത്തിലെ പുഷ്പാർച്ചന വിഷയത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവന് കർശനമായ മറുപടി നൽകിയിരുന്നു. മാത്രമല്ല രാജ്ഭവനിൽ സംഘപരിവാർ നേതാക്കളുടെ ചിത്രം സ്ഥാപിക്കുന്നവരെ മുഖ്യമന്ത്രി രൂക്ഷമായി പ്രതികരിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് രാജ്ഭവനിൽ നടന്ന ഔദ്യോഗിക പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന വേണം, പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് പരിപാടി ആരംഭിച്ചിരിക്കുന്നത്. അത് തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വിമർശനത്തിലുള്ള രാജ്ഭവൻ്റെ പ്രതികരണമായിട്ടാണ് ഇതിനെ എല്ലാവരും നോക്കിക്കാണുന്നത്. എന്തായാലും സർക്കാരിന് ഇക്കാര്യത്തിൽ കടുത്ത പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ജൂൺ 5 പരിസ്ഥിതി ആഘോഷ പരിപാടിയിലും ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിലെ പുഷ്പാർച്ചന നിർബന്ധമാക്കിയപ്പോൾ കൃഷിമന്ത്രി പി പ്രസാദും സമാനമായ പ്രതികരണം നടത്തിയിരുന്നു. സർക്കാർ നിലപാട് ഇതായിരിക്കെ ഔദ്യോഗിക പരിപാടികളിൽ പുഷ്പാർച്ചന ഉണ്ടാകില്ല എന്നൊരു അറിയിപ്പ് സർക്കാരിനെ അറിയിച്ചു എന്ന പ്രചരണമുണ്ടായിരുന്നു. എന്നാൽ രാജ്ഭവൻ അത് നിഷേധിക്കുകയാണ്. അത്തരത്തിലൊരു പ്രതികരണവും തങ്ങൾ നൽകിയിട്ടില്ല എന്നാണ് രാജ്ഭവൻ അനൗദ്യോഗികമായി പറയുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നപ്പോൾ രാജ്ഭവൻ്റെ PRO നമ്മളോട് ഔദ്യോഗികമായി പ്രതികരിച്ചത് രാജ്ഭവൻ്റെ പേരിൽ ഇത്തരമൊരു വാർത്ത വരുന്നത് എങ്ങനെയാണെന്ന് തങ്ങൾ അത്ഭുതപ്പെട്ടു എന്നാണ്. എന്നാൽ ഇതിന് കാരണമായി പിന്നീട് ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പി ശ്രീകുമാർ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ഔദ്യോഗിക പരിപാടികളിൽ പുഷ്പാർച്ചന ഉണ്ടാകില്ല, എന്നാൽ മറ്റ് രാജ്ഭവനിലെ പരിപാടികളിൽ ഇത്തരം ഭാരതാംബയുടെ ഇത്തരം മുന്നിൽ പുഷ്പാർച്ചന ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചു. ഇതാണ് സർക്കാർ കണക്കിലെടുത്ത പ്രതികരണം. എങ്കിലും മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണത്തെ നമുക്ക് അവിശ്വസിക്കാൻ കഴിയില്ല. രാജ്ഭവനിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചിട്ടാണോ മുഖ്യമന്ത്രി പ്രതികരിച്ചതെന്ന് ഇനി മുഖ്യമന്ത്രി തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. ശ്രീജിത്ത്, ഈ സംഭവത്തിന് ശേഷം രാജ്ഭവന്റെ എന്തെങ്കിലും ഔദ്യോഗിക പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? ഇതിപ്പോൾ സർക്കാർ പരിപാടിയിലും ഒരു പുതിയ പ്രോട്ടോക്കോളായി ഈ ചിത്രത്തിന് മുന്നിലെ പുഷ്പാർച്ചനയും അല്ലെങ്കിൽ നിലവിളക്ക് കത്തിക്കലും ഒരു പുതിയ പ്രോട്ടോക്കോളായി രാജ്ഭവൻ മുന്നോട്ട് വയ്ക്കുകയാണോ?
അങ്ങനെയാണെങ്കിൽ രാജ്ഭവൻ എന്തെങ്കിലും അതിലൊരു ഒരു പ്രതികരണം നടത്തേണ്ടതില്ല. പ്രത്യേകിച്ച് ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി കടുത്ത വിമർശനം ഉന്നയിച്ച് മാധ്യമങ്ങളെ കണ്ടു. ഈ പരിപാടി ബഹിഷ്കരിക്കുന്നുവെന്ന് ആ ചടങ്ങിൽ പറഞ്ഞ് അദ്ദേഹം പുറത്തു പോകുന്നു. അപ്പോൾ അതിൽ രാജ്ഭവന്റെ ഒരു പ്രതികരണം, ഒരു വിശദീകരണം ഉണ്ടാകുമല്ലോ ഉറപ്പായും. വിജയകുമാർ, രാജ്ഭവന്റെ ഔദ്യോഗിക പ്രതികരണം ഇനിയും വന്നിട്ടില്ല. രാജ്ഭവന്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്നാൽ അനൗദ്യോഗികമായി രാജ്ഭവൻ വൃത്തങ്ങൾ നമുക്ക് നൽകുന്ന സൂചന മന്ത്രി വി ശിവൻകുട്ടിയുടെ നടപടി കടുത്ത പ്രോട്ടോകോൾ ലംഘനമെന്നാണ്. അതായത് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി ദേശീയഗാന ആലാപനത്തോടെയാണ് എല്ലാ പരിപാടിയും ആരംഭിക്കുന്നത്. ദേശീയഗാന ആലാപനത്തോടെയാണ് പരിപാടി സമാപിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ദേശീയഗാനാലാപനം കഴിഞ്ഞ ശേഷമാണ് മന്ത്രി വി ശിവൻകുട്ടി പരിപാടിക്ക് എത്തിയത്. ഇത് തന്നെ പ്രോട്ടോകോൾ ലംഘനമാണ്. എന്നാൽ പരിപാടി തീരുന്നതിന് മുമ്പ് തന്നെ മന്ത്രി വി ശിവൻകുട്ടി രാജ്ഭവൻ വിട്ട് പോവുകയും ചെയ്തു. ഇത് കടുത്ത പ്രോട്ടോകോൾ ലംഘനമായി രാജ്ഭവൻ കാണുന്നു. മറ്റ് ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന്റെ കാര്യത്തിലൊന്നും രാജ്ഭവൻ ഒരു പ്രതികരണവും നടത്തുന്നില്ല. സർ, അത്തരമൊരു നിലപാട് തങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്നാണ് രാജ്ഭവൻ വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഇക്കാര്യത്തിൽ ഒരു നിലപാട് സർക്കാരും ഇനി രൂപീകരിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ ആവശ്യകതയിലേക്കാണ് ഈ സംഭവങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത്. യെസ്, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴൊരു കാര്യം രാജ്ഭവൻ അറിയിക്കുന്നത് ഇങ്ങനെയാണ്: ദർ ഈസ് നോ ക്വസ്റ്റ്യൻ ഓഫ് ഡൂയിങ് എവേ വിത്ത് ഭാരത് മാത എന്ന് ഗവർണർ അറിയിക്കുകയാണ്. ഗവർണറുടെ ഓഫീസിന്റെ, രാജ്ഭവന്റെ ഒരു വിശദീകരണമാണ് അതിൽ വരുന്നത്. ഷഫീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങൾ നൽകും. ഷഫീദ്, ഒരു ഔദ്യോഗിക വിശദീകരണമാണോ രാജ്ഭവന്റേത്? ഇക്കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ഉണ്ടാവില്ല എന്ന് തന്നെയാണോ ഗവർണർ അല്ലെങ്കിൽ രാജ്ഭവൻ പറയുന്നത് ഇപ്പോൾ? വിജയകുമാർ, അതായത് ഇന്ന് വിവാദമായിട്ടുള്ള അസാധാരണമായിട്ടുള്ള സംഭവങ്ങൾക്ക് വഴിവെച്ച രാജ്ഭവനിലെ ആ പരിപാടിയിൽ തന്നെ ഗവർണർ സംസാരിച്ച ചില കാര്യങ്ങളാണിത്. ദർ ഈസ് നോ ക്വസ്റ്റ്യൻ ഓഫ് ഡൂയിങ് എവേ വിത്ത് ഭാരത് മാത എന്നുള്ളതാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ പ്രതികരണം. അതായത് ഭാരതമാതാവിനെ ഒഴിവാക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ ഈ പരിപാടിയിലും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം. ഭാരതമാതാവിൽ നിന്ന് ദേശസ്നേഹവും ദേശീയതയും സംബന്ധിച്ച നമ്മുടെ ആശയം അതുണ്ട്, അതിനെ പിൻവലിക്കുന്ന നടപടിയിലേക്ക് കടക്കില്ല, അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം വിവാദമായിട്ടുള്ള ഈ കേരള സ്റ്റേറ്റ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ രാജ്യപുരസ്കാർ വിതരണ ചടങ്ങിൽ, അതായത് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങി വന്ന ചടങ്ങിൽ സംസാരിക്കവേ ഗവർണർ പറഞ്ഞു എന്നുള്ളതാണ് രാജ്ഭവൻ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്ന കാര്യം. അതായത് ആ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് രാജ്ഭവൻ അറിയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം ഇതുവരെയും രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ ഇന്നലെ പറഞ്ഞതുപോലെ ഔദ്യോഗിക പരിപാടിയിൽ നിന്ന് ഭാരതമാതാവിനെ ഒഴിവാക്കും എന്നുള്ളൊരു ഔദ്യോഗിക വിശദീകരണം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഭാരതമാതാവിന്റെ ചിത്രം അത് ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് അത് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആവർത്തിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യത്തിൽ ഈ വിവാദങ്ങൾക്ക് ശേഷം സംസ്ഥാന സർക്കാരുമായി രാജ്ഭവനോ ഗവർണറോ സംസാരിച്ചു എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ആ വിഷയത്തിൽ സർക്കാരിന് ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ ഒരു ഉറപ്പിനെ കുറിച്ച് രാജ്ഭവൻ ഔദ്യോഗികമായി പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ രാജ്ഭവനിൽ നിന്ന് ഭാരത് മാതാവിനെ അല്ലെങ്കിൽ ഭാരത് മാതാവിനെ ഒഴിവാക്കി നിർത്തിയ ഒരു കാര്യത്തിനും ഇല്ല എന്നുള്ളതാണ് സംശയമില്ലാതെ ഇക്കാര്യത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, വിശ്വനാഥ് ആർലേക്കർ ഈ വിഷയത്തിൽ പറയുന്ന കാര്യം. സ്വാഭാവികമായും ഒരു പക്ഷേ ഇനിയിപ്പോൾ നടന്നിരിക്കുന്ന ഈ വിവാദത്തിൽ അതിൽ ഔദ്യോഗികമായിട്ടൊരു പ്രതികരണം, ഒരു വിശദീകരണം രാജ്ഭവന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമോ, സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെടുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അതേസമയം മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കാൻ ക്യാബിനറ്റ് മന്ത്രിമാരോട്, മുഴുവൻ മന്ത്രിമാരോടും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ അല്ലെങ്കിൽ നിലവിലിപ്പോൾ വിവാദമായിട്ടുള്ള ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയോ വിളക്ക് കൊളുത്തിയോ ഒരു പരിപാടിയും സംസ്ഥാന സർക്കാർ സഹകരിക്കേണ്ടതില്ല എന്നുള്ള നിലപാട് അനൗദ്യോഗികമായി സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഇക്കാര്യത്തിൽ ഭാരതാംബ ചിത്ര വിവാദത്തിൽ രാജ്ഭവൻ, ഗവർണർ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇക്കാര്യത്തിലുള്ള കടുത്ത വിയോജിപ്പ് സംസ്ഥാന സർക്കാർ തുടർന്നും സ്വീകരിക്കുമെന്ന് മന്ത്രിമാർ തന്നെ വ്യക്തമാക്കുന്നു. ഇന്നലെ മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ പറഞ്ഞതാണ്, പക്ഷേ അങ്ങനെയല്ല എന്നതിൻ്റെ ഒരു തിരുത്തുകൂടിയാണ് ഇപ്പോൾ രാജ്ഭവനിലെ ഇന്നത്തെ പ്രതികരണങ്ങളും ഒക്കെ കാണുന്നത്. എന്തായിരിക്കും ഈ വിഷയത്തിലെ ഇനിയുള്ള നീക്കങ്ങൾ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നേക്കാം. രാജ്ഭവനിലെ ചടങ്ങുകൾ ഭരണഘടനാനുസൃതമാകണമെന്ന് മന്ത്രി പി രാജീവ്. രാജ്ഭവൻ്റേത് തെറ്റായ സമീപനമാണ്. ആശയപ്രചാരണത്തിന് രാജ്ഭവനെ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നും ഗവർണർ തിരുത്തണമെന്നും മന്ത്രി പറഞ്ഞു. രാജ്ഭവൻ നമ്മുടെ ഭരണഘടനാ പദവിയുള്ള സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ നടക്കുന്ന ചടങ്ങുകളിൽ ഭരണഘടന അനുശാസിക്കുന്ന ചിഹ്നങ്ങൾ, അടയാളങ്ങൾ, അതാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കേണ്ടത്. എന്നാൽ അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര നിലപാടുകളുണ്ടാകാം. അത് സ്വകാര്യമായി തന്നെ സൂക്ഷിക്കാനുള്ള പൂർണ്ണമായ അവകാശം ഉണ്ട്.
പക്ഷേ പൊതുപരിപാടികളിലും രാജ്ഭവനും അത്തരം ഇതിൻ്റെ പ്രചാരവേദിയായി ഉപയോഗിക്കുന്നത് ഭരണഘടനാപരമായി തന്നെ തെറ്റാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ കാഴ്ചപ്പാടിനെതിരാണ്. അത് അദ്ദേഹം അത് തിരുത്തേണ്ടതാണ്. ഭരണഘടനാപരമായി പദവിയിൽ ഇരിക്കുമ്പോൾ അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കാനായിട്ട് ഗവർണർ തയ്യാറാകേണ്ടതുണ്ട്. മറ്റ് റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. നിലമ്പൂരിൽ വിധിയെഴുത്ത്. കനത്ത മഴയിലും വോട്ടാവേശം ചോരാതെ നിലമ്പൂർ. രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ വോട്ട് ചെയ്യാനെത്തിയവരുടെ നീണ്ട നിരയായിരുന്നു. 40% ആളുകൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രചാരണത്തിൽ കണ്ട ആവേശം ഇന്ന് വോട്ടെടുപ്പ് ദിനത്തിലും പ്രകടം. പോളിംഗ് തുടങ്ങും മുൻപേ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ നീണ്ട നിര. മഴയുണ്ടേ, ഇറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ നടക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് കുടുങ്ങി. പാർട്ടിക്കാർ ജയിക്കട്ടെ. മുടക്കരുത് എന്നൊരു മോഹമുണ്ട്. അപ്പം അങ്ങോട്ട് പോകുന്നു. വൈറ്റിട്ടല്ല, തീരെ 2 കാലിന് ഉറക്കെട്ടിട്ടാ പോരുന്നേ. രാവിലെ തന്നെ കനത്ത മഴയെങ്കിലും വോട്ടേഴ്സിന്റെ ആവേശം ചോർന്നില്ല. പോളിംഗ് ബൂത്തിൽ വലിയ നിരയുണ്ടായെങ്കിലും വോട്ടിംഗ് സുഗമം. 59 ബൂത്തുകൾ ഇത്തവണ അധികം സജ്ജീകരിച്ചതും വോട്ടേഴ്സിന് ആശ്വാസമായി. 4 ബൂത്തുകളിൽ സാങ്കേതിക തകരാറുണ്ടായെങ്കിലും വേഗത്തിൽ പരിഹരിച്ചു. 14 പ്രശ്നബാധിത ബൂത്തുകളാണ് മണ്ഡലത്തിൽ. എന്നാൽ ഇതുവരെ എവിടെയും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 1200 പോലീസുകാർക്കാണ് സുരക്ഷാ ചുമതല. 1 കമ്പനി CASF ജവാന്മാരും സുരക്ഷയ്ക്കായുണ്ട്. 76% കഴിഞ്ഞ തവണത്തെ പോളിംഗ്. മാസങ്ങൾക്കിടെയുള്ള 2ാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് മണ്ഡലത്തിലേത്. അതിനാൽ പോളിംഗ് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കുറഞ്ഞാൽ ബാധിക്കുമെന്ന ആശങ്ക എല്ലാ മുന്നണികൾക്കുമുണ്ട്. 24 നിലമ്പൂർ. വോട്ടെടുപ്പ് ദിനത്തിലെ കൗതുക കാഴ്ചയാണ് എതിർ സ്ഥാനാർത്ഥികളുടെ കണ്ടുമുട്ടൽ. എതിരാളികൾ മുഖാമുഖം എത്തിയാൽ എന്തൊക്കെ സംഭവിക്കും? നിലമ്പൂരിൽ നിന്ന് സ്ഥാനാർത്ഥികൾ കണ്ടുമുട്ടിയപ്പോൾ കണ്ട കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. പരസ്പരം കടന്നാക്രമിച്ചുള്ള പ്രചാരണ നാളുകൾ. പിന്നെ എതിരാളികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ സൗഹൃദം പങ്കുവെക്കുമോ? വീട്ടിക്കുത്തി ബൂത്തിലെ ആ ദൃശ്യങ്ങളിലേക്ക്. വോട്ട് ചെയ്യാൻ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തും ബൂത്ത് സന്ദർശനത്തിന് LDF സ്ഥാനാർത്ഥി M സ്വരാജും ഒരേ സമയത്താണ് ഈ ബൂത്തിലെത്തിയത്. വീട്ടിക്കുത്തിയിൽ കണ്ടത് സൗഹൃദ കാഴ്ചയാണെങ്കിൽ ഇനി നിലമ്പൂർ മാനദേവൻ സ്കൂളിലെ ബൂത്തിലേക്കാണ്. അൻവറിനടുത്തേക്ക് ഷൗക്കത്തെത്തിയപ്പോൾ കൈകൊടുക്കൽ മാത്രം. ആലിംഗനവും കൂടുതൽ സംസാരവുമില്ല. അതേക്കുറിച്ച് ഇരുവരുടെയും പ്രതികരണം ഇങ്ങനെ. ഷൗക്കത്തിനെ കെട്ടിപ്പിടിക്കാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ കെട്ടിപ്പിടുത്തത്തിന്റെ അർത്ഥം നിലമ്പൂരിലെ പുള്ളിയെ കെട്ടിപ്പിടിച്ച എല്ലാവർക്കും അറിയാം. ഞാൻ അതിന് ഇന്നുവരെ വിധേയനായിട്ടില്ല, നാളെയും വിധേയനാകാൻ നിൽക്കുന്നില്ല. അദ്ദേഹം കുറേ പരാമർശങ്ങൾ നടത്തിയിട്ടും എന്തെങ്കിലും ഒരു മറുപടി ഇതുവരെ എൻ്റെ അടുത്ത് കിട്ടിയിരുന്നോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. അങ്ങനെ ഒരു വ്യക്തിപരമായ തെരഞ്ഞെടുപ്പല്ല ഇത്. ഇത് 2 നിലപാടുകൾ തമ്മിലുള്ളൊരു മത്സരമാണ്. അവിടെ വ്യക്തിപരമായ പരാമർശങ്ങൾ ഉണ്ടാവുക, അതിന് മറുപടി പറയാ, അതിനൊന്നും ഞാനില്ല. പണ്ട് VV പ്രകാശിന്റെ കൈ തട്ടിമാറ്റിയത് ചൂണ്ടിക്കാട്ടിയാണ് PV അൻവറിന്റെ വിശദീകരണം. രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളില്ലല്ലോ. ദൃശ്യങ്ങളൊന്നും മായുന്നുമില്ല. സമീർ ബിൻ കരീം, 24 നിലമ്പൂർ. RSS ബന്ധത്തിൽ MV ഗോവിന്ദനെ തിരുത്തിയ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് ശേഷവും കോൺഗ്രസ് CPM വാക്പോര്. മുഖ്യമന്ത്രി ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. RSS ബന്ധമില്ലെങ്കിൽ 1989 രാജീവ് ഗാന്ധിക്കെതിരെ എങ്ങനെ ഒരുമിച്ച് പ്രചാരണം നടത്തിയെന്നാണ് VD സതീശന്റെ ചോദ്യം. രാജ്യസഭാംഗത്വം രാജിവെച്ച് BJPക്ക് സീറ്റ് ദാനം ചെയ്ത AICC ജനറൽ സെക്രട്ടറിയുടെ ട്യൂഷൻ ഇക്കാര്യത്തിൽ ആവശ്യമില്ല എന്നാണ് KC വേണുഗോപാലിന് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ മറുപടി. RSS ബന്ധത്തിന്റെ വിഷയത്തിൽ പുതിയ വിവാദത്തിന് തുടക്കമിട്ട MV ഗോവിന്ദനെ വിട്ട് മുഖ്യമന്ത്രിയുമായി നേരിട്ട് ഏറ്റുമുട്ടാനാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചത്. CPM ജനറൽ സെക്രട്ടറി P സുന്ദരയ്യയുടെ രാജി 1977 ജനതാ പിന്തുണയോടെ കൂത്തുപറമ്പിൽ മത്സരിച്ച് തുടങ്ങിയ ചരിത്ര സന്ദർഭങ്ങൾ ഓർമ്മിപ്പിച്ചാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് നേരെ തിരിയുന്നത്. സാക്ഷാൽ പിണറായി വിജയൻ തന്നെ 77 മത്സരിച്ചത് ആരുടെ പിന്തുണയോടുകൂടിയായിരുന്നു? അതേ MLA ആയത് കൂത്തുപറമ്പിൽ. അതിനവർ പുതിയ പേര് പറഞ്ഞു, ജനതാ പാർട്ടിയായിരുന്നു. ജനസംഘവും എല്ലാം കൂടി ജനതാ പാർട്ടി. അദ്വാനിയും വാജ്പേയിയും തന്നെയല്ലേ അന്ന് ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരിൽ പ്രധാനികൾ. അടിയന്തരാവസ്ഥക്കാലത്ത് മാത്രമല്ല CPM RSSുമായി സഹകരിച്ചെന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് മറുപടി നൽകുന്നത്. 84-ൽ 2 സീറ്റും മാത്രം കിട്ടിയ BJPയെ വളർത്തി ഇന്ത്യയിലെ ഭരണകക്ഷിയാക്കാൻ ഇടതുപക്ഷം കൂട്ടുനിന്നിട്ടുണ്ട്.
KC വേണുഗോപാലിന് മറുപടിയുമായി മന്ത്രി PA മുഹമ്മദ് റിയാസ് രംഗത്തെത്തി. രാജസ്ഥാനിൽ നിന്നുള്ള തന്റെ രാജ്യസഭാ സീറ്റ് രാജിവെച്ച് BJPക്ക് ദാനം നൽകിയ AICC സംഘടനാ ജനറൽ സെക്രട്ടറി ട്യൂഷൻ മതനിരപേക്ഷ കേരളത്തിന് ആവശ്യമില്ലെന്നായിരുന്നു റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനം കൊള്ളേന്റെ അടുത്ത് തന്നെ കൊണ്ടിട്ടുണ്ടെന്നും റിയാസ് FB കുറിപ്പിൽ പറഞ്ഞു. 24 തിരുവനന്തപുരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തി 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ. ഉപതെരഞ്ഞെടുപ്പിന് കാരണക്കാരനായ PV അൻവറിന് പക്ഷേ മണ്ഡലത്തിൽ വോട്ടില്ല. വോട്ട് രേഖപ്പെടുത്താൻ ആദ്യം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് LDF സ്ഥാനാർത്ഥി M സ്വരാജ്. മാങ്കൂത്ത് GLPS വെസ്റ്റ് സ്കൂളിലെ 222 ബൂത്തിൽ സ്വരാജും പിതാവും വോട്ട് ചെയ്തു. നല്ല ആത്മവിശ്വാസമുണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ളൊരു ആത്മവിശ്വാസം മാത്രമല്ല, ഈ നാട് പകർന്നു നൽകിയ ആത്മവിശ്വാസമാണ്. കുടുംബസമേതമാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വോട്ട് ചെയ്യാൻ വീട്ടിക്കുത്ത് LP സ്കൂളിലെ 184 ബൂത്തിലേക്ക് എത്തിയത്. മകന് നല്ല ഭൂരിപക്ഷമുണ്ടാകുമെന്ന് ഉമ്മ മറിയുമ്മ. ഉപ്പയുടെ വിജയപ്രതീക്ഷകൾ മക്കളും 24-നോട് പങ്കുവച്ചു. നല്ല പ്രതീക്ഷയുണ്ട്. എന്തായാലും ജയിച്ചാൽ നല്ല നിലമ്പൂരിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഉറപ്പാണ്. ഇപ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പല രീതിയിൽ മാറ്റം ശ്രമിച്ചിട്ടും എനിക്ക് തോന്നുന്നു ഇങ്ങനെ തന്നെ നടന്നിട്ടുള്ളത്. എന്തായാലും മത്സരം LDF UDF തമ്മിൽ തന്നെയാണ്. ഇലക്ഷൻ എന്തായാലും അത് എക്സ്പെക്ട് ചെയ്യണം. പക്ഷെ എന്നാലും ആ ഒരു ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിട്ടും മെയിൻ സംഭവത്തിൽ തന്നെ ഇലക്ഷന്റെ സംഭവങ്ങളൊക്കെ നടന്നു തന്നെയാണ് തോന്നുന്നത്. നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും, അതാണ് പ്രതീക്ഷ. പിന്നെ പഠിച്ചവന്റെ അനുഗ്രഹം കൂടി ഉണ്ടാവട്ടെ. ചുങ്കത്തറ മാർത്തോമ സ്കൂളിലായിരുന്നു NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് വോട്ട്. ഭാര്യയും മക്കളുമൊത്താണ് വോട്ട് ചെയ്യാനെത്തിയത്. സന്തോഷം. സ്വന്തം ഭർത്താവിന് വേണ്ടി വോട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ ആത്മാഭിമാനമുണ്ട്. എന്താണേലും ജയിക്കട്ടെ, ശുഭപ്രതീക്ഷയോടെ നിൽക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കാരണക്കാരനായത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PV അൻവറാണ്. പക്ഷേ അൻവറിന് വോട്ട് ഏറനാട് മണ്ഡലത്തിലാണ്. 7 മണിക്ക് തന്നെ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിലെത്തി അദ്ദേഹം വോട്ടർമാരെ കണ്ടു. വീട്ടിലെ വോട്ട് ഉറപ്പാക്കിയ ശേഷം ഓരോ ബൂത്തുകളും സ്ഥാനാർത്ഥികൾ കയറിയിറങ്ങുകയാണ്. മണ്ഡലത്തിലെ എല്ലാ കുടുംബങ്ങളോടും ഒപ്പം നിൽക്കണേ എന്ന് അഭ്യർത്ഥിക്കാൻ. ടീം 24 നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ക്ഷണിക്കാത്തതിൽ അതൃപ്തിയുമായി ഡോക്ടർ ശശി തരൂർ MP. സാധാരണ ക്ഷണിക്കാറുണ്ടെന്നും നിലമ്പൂരിലേക്ക് ക്ഷണിച്ചിരുന്നെങ്കിൽ പോകുമായിരുന്നുവെന്നും തരൂർ പറഞ്ഞു. നേതൃത്വത്തോട് തനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, എന്നാൽ ഇപ്പോഴതൊന്നും പറയുന്നില്ല എന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട തന്റെ നിലപാടുകളിൽ മാറ്റമില്ല, താൻ എവിടേക്കും പോകുന്നില്ല എന്നാണ് BJP പ്രവേശനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിച്ചത്. വയനാട്ടിൽ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പുണ്ടായ സമയത്ത് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടിയിട്ട് ക്ഷണം വന്നിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഞങ്ങളും പറഞ്ഞു പിന്നെ എപ്പോഴാണ് വരേണ്ടത്, സൗകര്യം നോക്കാം. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രോഗ്രാം ഉണ്ടാവണമല്ലോ. ഓരോരോ സ്ഥലത്ത് ഓരോരോ മണ്ഡലത്തിൽ എവിടെ പ്രസംഗിക്കേണ്ടത്, ഒരു സ്ഥലത്ത് ഒരു ഉദ്ഘാടനം, മറ്റെവിടെ ഒരു പ്രഭാഷണം, മൂന്നാമത്തത് സ്ഥാനാർത്ഥിയോടൊപ്പം വേദിയിൽ കയറൽ, അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ പാർട്ടി അവിടെ ലോക്കലി ഓർഗനൈസ് ചെയ്തിട്ട് പറയാറുണ്ട്. അതാണ് സാധാരണ എൻ്റെ അനുഭവം. മര്യാദയോട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ ക്ഷണിച്ചവിടെ ഞാൻ പോകും, ക്ഷണിക്കാത്തവിടെ അത്ര പോകാറൊന്നുമില്ല. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ്, ക്ഷണിക്കാത്തിടത്തേക്ക് ഞാൻ എങ്ങനെ പോകും എന്നാണ് തരൂർ ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പ്രതികരണങ്ങളിലും നോക്കുമ്പോൾ നേതൃത്വത്തോട് ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. തെരഞ്ഞെടുപ്പ് ദിവസം ഒന്നും പറയുന്നില്ല, തെരഞ്ഞെടുപ്പ് കഴിയട്ടെ ഞാൻ സംസാരിച്ചോളാം. ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർട്ടിക്ക് എന്നോട് ചോദിച്ചാൽ ഞാൻ വിശദീകരണം കൊടുക്കുമായിരുന്നല്ലോ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ആകെ തരൂർ അതൃപ്തനാണ് എന്ന് തോന്നുന്നു ലീഡർഷിപ്പിനോടല്ലേ? വിജയകുമാർ, ഉറപ്പായിട്ടും കടുത്ത അതൃപ്തി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമാണ്. പ്രത്യേകിച്ച് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പ്രധാനപ്പെട്ട മുഴുവൻ നേതാക്കളും ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ശശി തരൂരിന്റെ അഭാവം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ ചർച്ചയായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ആ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുകയാണ്. അത് ഏതെങ്കിലും തരത്തിൽ തന്നെ ക്ഷണിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വിദേശത്ത് നിന്ന് തിരിച്ച് കേരളത്തിലെത്തിയ ഘട്ടത്തിൽ പോലും ഒരു മെസ്സേജ് കൊണ്ടുപോലും തന്നോട് സംഘാടനത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ചോ അറിയിച്ചില്ല
കിട്ടിയിട്ടില്ല എന്ന് വ്യക്തമായി തന്നെ ശശി തരൂർ പറഞ്ഞു വെക്കുന്നുണ്ട്. കൂടാതെ ക്ഷണിച്ചിരുന്നെങ്കിൽ താൻ ഉറപ്പായും പോയേനെ എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് ക്ഷണം വേണമെന്നുണ്ടായിരുന്നില്ല, പക്ഷേ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ സംഘാടകർ അറിയിക്കുമല്ലോ, അങ്ങനെയുള്ള ഒരു അറിയിപ്പ് പോലും തനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ശശി തരൂർ തുറന്ന് പ്രതികരിക്കുമ്പോൾ അത് സ്വാഭാവികമായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നിന്ന്, കളത്തിൽ നിന്ന് ശശി തരൂരിനെ മാറ്റി നിർത്തിയതിലുള്ള അതൃപ്തി അദ്ദേഹം ഇന്ന് പ്രകടിപ്പിച്ചു. ഇത് രണ്ടാമത്തെ കാര്യം, ശശി തരൂരിന്റെ BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ, അഭ്യൂഹങ്ങൾ, പ്രചരണങ്ങൾ പലതരത്തിൽ ഉയർന്നിരുന്നു. ആ വിഷയത്തിലും അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ രാജ്യത്തിന് വേണ്ടി ചില കാര്യങ്ങൾ തന്നെ ഉത്തരവാദിത്തമായി ഏൽപ്പിച്ചു. അത് താൻ ഒരു പൗരൻ നിലയിൽ ചെയ്തു തീർക്കും, അത് തന്റെ ഉത്തരവാദിത്തം തന്നെയാണെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഔദ്യോഗിക കാര്യങ്ങൾ സംസാരിക്കാനാണ്. മറ്റ് ആഭ്യന്തര രാഷ്ട്രീയ വിഷയങ്ങളടക്കം ഒരു കാര്യങ്ങളും സംസാരിച്ചിട്ടില്ല. ഭാരതത്തിന്റെ വിഷയങ്ങൾ വരുമ്പോൾ ദേശീയ താല്പര്യത്തിനനുസരിച്ചാണ് നിൽക്കുന്നത്. ആ ലൈനിൽ മാറ്റമില്ല. സർക്കാർ ആവശ്യപ്പെട്ടാൽ രാജ്യത്തിന് സേവനം നൽകും. മാത്രവുമല്ല, കോൺഗ്രസ് നേതൃത്വത്തിന് തന്നോട് എന്തെങ്കിലും ദേശീയ നേതൃത്വത്തിന് ചോദിക്കാനുണ്ടായിരുന്നുവെങ്കിൽ ചോദിക്കാമായിരുന്നല്ലോ, പക്ഷേ ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായും തരൂർ ഇടഞ്ഞു തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, ഒരു പടി കൂടി കടന്ന ചില വിഷയങ്ങളിൽ തനിക്ക് നേതൃത്വത്തോട് അതൃപ്തിയുണ്ട് എന്നുള്ള കാര്യം കൂടി ശശി തരൂർ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോഴും ഒരു ഉപതെരഞ്ഞെടുപ്പ് ദിവസമായതുകൊണ്ട്, ഒരു നിർണായക ദിവസമായതുകൊണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല എന്നുള്ള നിലപാടിലാണ് ശശി തരൂർ ഉള്ളത്. ഒരു പക്ഷേ നാളെയോ മറ്റന്നാളോ അദ്ദേഹത്തിന് ഒരു വിദേശയാത്രയുണ്ട്. അദ്ദേഹത്തിന്റെ കൂടുതൽ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകും. ഒരു തരത്തിൽ ഒരു ഘട്ടത്തിൽ നമുക്കൊരു കാര്യം വിലയിരുത്താൻ കഴിയുന്നത്, ശശി തരൂർ നേതൃത്വവുമായി ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. ആ വിഷയത്തിൽ അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിലൊരു അനുനയം ഉണ്ടായിട്ടില്ല. വിജയകുമാർ, തരൂരിനോട് മാധ്യമപ്രവർത്തകർ എന്ന് ചോദിച്ചു, BJP-യിലേക്ക് പോകുമെന്ന് പ്രചാരണങ്ങൾ ഉണ്ടല്ലോ, അതിന് അദ്ദേഹം നൽകിയ മറുപടി ഇതാണ്: ഞാൻ എവിടേക്കും പോകുന്നില്ല, കോൺഗ്രസ് പാർട്ടിയിൽ അംഗമാണ്, ഒരു ചുമതല ഏറ്റെടുത്താൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കും. സർക്കാർ ഒരു ചുമതല നൽകി, കേന്ദ്ര സർക്കാർ ഒരു ചുമതല നൽകി, ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചു, ഇനിയും ചുമതല നൽകിയാൽ പ്രവർത്തിക്കും. ഇത് പാർട്ടിക്കുള്ള ഒരു സന്ദേശമോ ഒരു മുന്നറിയിപ്പോ ഒക്കെയാണ്. ആരാണോ ചുമതല നൽകുന്നത് അവിടെ പ്രവർത്തിക്കും ആത്മാർത്ഥമായി എന്ന് ഡോക്ടർ ശശി തരൂർ പറയുകയാണ്. കോൺഗ്രസിന്റെ കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. 7ാം ദിവസവും ഇറാൻ-ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. ഇറാനിലെ ഫോർഡോ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം ആക്രമിക്കാൻ അമേരിക്ക പദ്ധതിയിടുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇറാനെ ആക്രമിക്കുകയോ ആക്രമിക്കാതിരിക്കുകയോ ചെയ്യും എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. കീഴടങ്ങില്ലെന്നും തിരിച്ചടിക്കുമെന്നും ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയും വിശദീകരിച്ചു. നാളെ UN രക്ഷാസമിതി അടിയന്തര യോഗം ചേരുന്നുണ്ട്. ഇസ്രയേലിലെ ടെല്ലവീവിലേക്കും റാമത്ത് ഗ്യാനിലേക്കും ഹോളോണിലേക്കും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. ഇസ്രയേലിലെ ബീർഷെയ്ബയിലെ സൊറോക്കോ മെഡിക്കൽ സെന്ററിൽ കനത്ത നാശനഷ്ടമുണ്ടായി. നിരവധി പേർക്ക് ഗുരുതര പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ ആഭ്യന്തര സുരക്ഷാ ആസ്ഥാനം തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെട്ടു. ഇറാനിലെ അരാഖിലെ ഖനജല റിയാക്ടർ ഇസ്രയേൽ ആക്രമിച്ചതായി ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. അരാഖിന് സമീപമുള്ള ഖോണ്ട പ്രദേശത്തും വലിയ നാശനഷ്ടമുണ്ടായി. റേഡിയേഷൻ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ടെഹ്റാനിലെ യുറേനിയം സെൻട്രിഫ്യൂജ് കേന്ദ്രവും മിസൈലിന്റെ ഘടകങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്രവും ഇസ്രയേൽ തകർത്തു. ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതികൾക്ക് ട്രംപ് അംഗീകാരം നൽകിയെങ്കിലും ആക്രമിക്കണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. ചർച്ചയ്ക്ക് അമേരിക്കയെ സമീപിച്ചെന്ന റിപ്പോർട്ട് ഇറാൻ തള്ളി. കീഴടങ്ങണമെന്ന ട്രംപിന്റെ ആഹ്വാനം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനായി തള്ളി. ഇറാൻ കീഴടങ്ങില്ലെന്നും അമേരിക്കയുടെ സൈനിക ഇടപെടലുണ്ടായാൽ അപരിഹാര്യമായ നാശനഷ്ടങ്ങൾക്ക് അതിടയാക്കുമെന്നും ഖമനായി വ്യക്തമാക്കി. സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിന്റെ അവകാശം അന്താരാഷ്ട്ര നിയമങ്ങൾ മാനിച്ചിട്ടാകണമെന്ന് ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇറാന്റെ ഫോർഡോയിലെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം തകർക്കാൻ അമേരിക്ക തയ്യാറാകുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള അമേരിക്കൻ B-2 സ്റ്റെൽത്ത് ബോംബറുകൾ ഡീഗോ ഗാർഷ്യ സൈനിക താവളത്തിലെത്തിയതായാണ് വിവരം. നാളെ UN രക്ഷാസമിതിയുടെ അടിയന്തര യോഗം ചേരുന്നുണ്ട്. സംഘർഷത്തിൽ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇപ്പോഴിതാ ഇറാൻ പറയുന്നു, അമേരിക്ക ആക്രമിച്ചാൽ എല്ലാ വഴികളും മുന്നിലുണ്ട് എന്നാണ് ഇറാൻ പറയുന്നത്. സംഘർഷം വഷളാക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല. ആവശ്യമെങ്കിൽ അമേരിക്കയെ പാഠം പഠിപ്പിക്കുമെന്നും ഇറാൻ പറയുന്നുണ്ട്. ഇന്ന് രാവിലെ
ടെല്ലവീവിൽ ഒരു ആശുപത്രിയിൽ ആക്രമണം ഉണ്ടായിരുന്നു. അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാന് ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ ആക്രമണങ്ങൾ ആ മേഖലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നു എന്നാണ് ഒടുവിൽ പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന എല്ലാ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്. അതേസമയം ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി ഇറാനിലെ സംഘർഷബാധിത പ്രദേശങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ച ആദ്യ ബാച്ച് വിദ്യാർത്ഥികളുമായി ഇൻഡിഗോ വിമാനം ഡൽഹിയിലെത്തി. ജമ്മു കാശ്മീരിലെ 90 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 110 പേരാണ് തിരികെ എത്തിയത്. സുരക്ഷിതമായി നാട്ടിലെത്താൻ സഹായിച്ചതിന് വിദ്യാർത്ഥികൾ കേന്ദ്ര സർക്കാരിന് നന്ദി പറഞ്ഞു. We were terrified and we saw some drones and injured people, damaged buildings and missiles from far away. But we were very terrified. The missiles scared us a lot, but we are in India now. We are very happy. അശാന്തിയുടെ മുനമ്പിൽ നിന്ന് ആശ്വാസ തീരത്തേക്ക് വിദ്യാർത്ഥികൾ. അർമേനിയയുടെ തലസ്ഥാനമായ എറേവാനിൽ നിന്നാണ് 110 ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി ഇൻഡിഗോ വിമാനം പുറപ്പെട്ടത്. ദോഹ വഴി പറന്ന വിമാനം പുലർച്ചെ 3:30 ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ. തിരിച്ചെത്തിയ ഇന്ത്യക്കാരെ സ്വീകരിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം എത്തിയിരുന്നു. ഇന്ത്യൻ പതാക ഏന്തിയാണ് ഉർമിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പുറത്തേക്ക് വന്നത്. आई एम सो थैंकफुल टू एम्बेसी एंड इंडियन गवर्नमेंट जैसे उन्होंने हमें इवैक्यूएट किया और जो भी एम्बेसडर हमारे साथ थे बहुत ही अच्छे थे और मैं उनका थैंकफुल हूँ. फ्यूचर का तो मुझे अभी पता नहीं है, फ्यूचर का वट एवर विल बी तो उसका मुझे तो नहीं पता है फ्यूचर में क्या होगा. इंडियन एम्बेसी उन्हें बहुत हेल्पफुल थे. दे प्रोवाइड एवरीथिंग, दे प्रोवाइड फूड, दे प्रोवाइड अकोमोडेशन. വന്ന 110 പേരിൽ 90 പേരും ജമ്മു കശ്മീർ സ്വദേശികളാണ്. 20 പേർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും. ആദ്യ സംഘത്തിൽ മലയാളികൾ ഉണ്ടായിരുന്നില്ല. ടെഹ്റാനിൽ നിന്നും 12 മലയാളി വിദ്യാർത്ഥികൾ എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവർ വരും ദിവസങ്ങളിൽ മടങ്ങിയേക്കുമെന്നാണ് സൂചന. ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമായതോടെയാണ് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള ഓപ്പറേഷൻ സിന്ധു വിദേശകാര്യ മന്ത്രാലയം തുടങ്ങിയത്. ടെൽ-അവീവിലുള്ള ഇന്ത്യക്കാരെ ജോർദാൻ, ഈജിപ്ത് അതിർത്തി വഴി തിരിച്ചെത്തിക്കാനുള്ള നടപടികളും തുടരുകയാണ്. 24 ഡൽഹി. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ എയർ ഇന്ത്യ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന് സാരമായ കേടുപാടുകൾ ഉള്ളതായി റിപ്പോർട്ട്. വിവരങ്ങൾ വീണ്ടെടുക്കാൻ ബ്ലാക്ക് ബോക്സ് വിദേശത്തേക്ക് അയച്ചേക്കും. അമേരിക്കയുടെ നാഷണൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബോർഡിന്റെ സഹായം തേടാനാണ് സാധ്യത. വിമാനത്തിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ടാറ്റ സൺസ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ വ്യക്തമാക്കി. നിർണായക വിവരമടങ്ങുന്ന ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിനാണ് സാരമായ കേടുപാട് സംഭവിച്ചത്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ഡൽഹിയിലെ ലബോറട്ടറിയിൽ ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവരം വീണ്ടെടുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ അമേരിക്കയിലെ നാഷണൽ സേഫ്റ്റി ട്രാൻസ്പോർട്ട് ബോർഡിന്റെ ലബോറട്ടറിയിലേക്ക് ബ്ലാക്ക് ബോക്സ് അയച്ചേക്കും. അമേരിക്കയ്ക്കൊപ്പം UK ഏജൻസിയും അന്വേഷണത്തിൽ ഇന്ത്യയുമായി സഹകരിക്കുന്നുണ്ട്. അപകടത്തിൽപ്പെട്ട വിമാനത്തിന് 2 എഞ്ചിനുകളിലും തകരാറുണ്ടായിരുന്നില്ലെന്ന് ടാറ്റ സൺസ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ ആവർത്തിച്ചു. വലത് എഞ്ചിൻ 2025 മാർച്ചിൽ സ്ഥാപിച്ചതും ഇടത് എഞ്ചിൻ 2023 അവസാനം സർവീസ് ചെയ്തതുമാണ്. പൈലറ്റുമാർ പരിചയസമ്പന്നരായിരുന്നുവെന്നും ചെയർമാൻ പറഞ്ഞു. ദുരന്തത്തിൽ മരിച്ചവരുടെ DNA പരിശോധന പുരോഗമിക്കുകയാണ്. 210 പേരെ ഇതുവരെ തിരിച്ചറിഞ്ഞു. ഇതിൽ 187 പേരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. അപകടത്തിൽ കൊല്ലപ്പെട്ട മലയാളി രഞ്ജിത നായരുടെ DNA ഫലം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിൽ തുടരുകയാണ്. 24 ഡൽഹി. വൈഡ് ബോഡി വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള അന്താരാഷ്ട്ര സർവീസുകൾ വെട്ടിച്ചുരുക്കി എയർ ഇന്ത്യ. ജൂലൈ പകുതി വരെ നിയന്ത്രണം തുടർന്നേക്കുമെന്നാണ് എയർ ഇന്ത്യ വ്യക്തമാക്കുന്നത്. സുരക്ഷാ പരിശോധനകളും ഇറാൻ ഇസ്രായേൽ സംഘർഷവും കാരണം വ്യോമപാതകളിൽ നേരിടുന്ന തടസ്സവുമാണ് തീരുമാനത്തിനു പിന്നിൽ. അഹമ്മദാബാദ് അപകടത്തിന് പിന്നാലെ DGCA നിർദ്ദേശിച്ച നിർബന്ധിത സുരക്ഷാ പരിശോധന, അന്താരാഷ്ട്ര സംഭവവികാസങ്ങളെ തുടർന്നുള്ള വ്യോമപാത അടയ്ക്കൽ, സാങ്കേതിക പ്രശ്നങ്ങൾ തുടങ്ങിയവ കണക്കിലെടുത്താണ് എയർ ഇന്ത്യയുടെ നടപടി. സർവീസുകളുടെ കാര്യക്ഷമത ഉറപ്പാക്കാനാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതെന്നും എയർ ഇന്ത്യ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. സർവീസുകൾ കൂട്ടത്തോടെ ചുരുക്കിയ സാഹചര്യത്തിൽ നിലവിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് ബദൽ വിമാന സർവീസ് ഒരുക്കും. അതിന് സാധിച്ചില്ലെങ്കിൽ ടിക്കറ്റ് തുക പൂർണ്ണമായും മടക്കി നൽകും. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് പിന്നാലെ കഴിഞ്ഞ 6 ദിവസത്തിനിടെ വിവിധ കാരണങ്ങളാൽ 83 അന്താരാഷ്ട്ര വിമാന സർവീസുകളാണ് എയർ ഇന്ത്യ റദ്ദാക്കിയത്. അതേസമയം എയർ ഇന്ത്യയുടെ ബോയിങ് 787 ശ്രേണിയിലുള്ള വിമാനങ്ങളിലെ സുരക്ഷാ പരിശോധന ഭൂരിഭാഗവും പൂർത്തിയായതായി കമ്പനി അറിയിച്ചു. 33 വിമാനങ്ങളിൽ 26 എണ്ണത്തിന്റെ പരിശോധന കഴിഞ്ഞു. ബാക്കിയുള്ളവയുടെ പരിശോധന വരും ദിവസങ്ങളിൽ പൂർത്തിയാക്കും. 24 ഡൽഹി. കണ്ണൂർ കായലോട് സദാചാര ഗുണ്ടായിസം നേരിട്ട യുവതി ജീവനൊടുക്കിയ കേസിൽ 3 പേർ അറസ്റ്റിലായി. പറമ്പായി സ്വദേശികളായ മുബഷീർ, ഫൈസൽ, റഫ്നാസ് എന്നിവരാണ് പിടിയിലായത്.
ആൺ സുഹൃത്തുമായി കാറിൽ ഒരുമിച്ച് കണ്ടതിന്റെ പേരിൽ പരസ്യ വിചാരണ നടത്തിയ മനോവിഷമത്തിലാണ് പറമ്പായി സ്വദേശി റസീന ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം. അച്ചങ്കര പള്ളിക്ക് സമീപം കാറിൽ മയിൽ സ്വദേശിയായ യുവാവിനൊപ്പമാണ് റസീനയെ കണ്ടത്. പ്രതികളെത്തി ഇരുവരെയും ചോദ്യം ചെയ്തു. കൂടുതൽ ആൾക്കാരെ വിളിച്ചു വരുത്തി പരസ്യമായി അപമാനിച്ചെന്നാണ് റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശം. തുടർന്ന് യുവാവിനെ സമീപത്തെ മൈതാനത്തെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നും മൊബൈൽ ഫോണും ടാബും പ്രതികൾ കൈക്കലാക്കിയെന്നും പരാതിയുണ്ട്. പിന്നാലെ ചൊവ്വാഴ്ചയാണ് റസീനയെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 3 പേരെ പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തത്. റസീനയുടെ കുടുംബത്തിന്റെ പരാതിയിൽ തലശ്ശേരി ACPയുടെ മേൽനോട്ടത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 കണ്ണൂർ. വടക്കേ അമേരിക്കയിലെ ദെനാലി പർവ്വതത്തിൽ കുടുങ്ങിയ മലയാളി പർവ്വതാരോഹകൻ മലയിറങ്ങി. ഷെയ്ഖ് ഹസൻ ഖാനെയും ഒപ്പമുള്ള തമിഴ്നാട് സ്വദേശിയെയും ബേസ് ക്യാമ്പിൽ എത്തിച്ചെന്ന് അലാസ്ക ഗവർണറുടെ ഓഫീസ് അറിയിച്ചു. മകൻ സുരക്ഷിതനാണ് എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് അമ്മ ഷാഹിദ 24നോട് പറഞ്ഞു. മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയിലെ ദെനാലി പർവ്വതത്തിൽ ഇന്ത്യൻ പതാക നാട്ടാനുള്ള ശ്രമത്തിനിടെ കുടുങ്ങിയത്. ഓപ്പറേഷൻ സിന്ധൂരിന് ഇന്ത്യൻ സൈന്യത്തെ അഭിനന്ദിക്കാനുള്ള ദൗത്യത്തിനിടെയായിരുന്നു കൊടുങ്കാറ്റിൽ പെട്ടത്. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ക്യാമ്പിൽ കഴിയുന്നുവെന്ന വാർത്ത 24 പുറത്തുവിട്ടു. പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസും വിദേശകാര്യ മന്ത്രാലയവും വിഷയത്തിൽ ഇടപെട്ടു. ഷെയ്ഖ് ഹസൻ ഖാനെയും ഒപ്പമുള്ള തമിഴ്നാട് സ്വദേശിയും ബേസ് ക്യാമ്പിൽ എത്തിച്ചതായാണ് അലാസ്ക ഗവർണറുടെ ഓഫീസ് നൽകുന്ന വിവരം. മകൻ സുരക്ഷിതനാണെന്നറിഞ്ഞതിൽ സന്തോഷമെന്ന മാതാവ്. ഭയങ്കര സന്തോഷമുണ്ട്. ബേസ് ഇനി മോനൊന്ന് വിളിച്ചാൽ മതി. വിളിക്ക് കാത്തിരിക്കുക. ഞാൻ ഇവിടെ തന്നെ മോൻ വിളിക്കും, തീർച്ചയായിട്ടും വിളിക്കും. ഷെയ്ഖ് ഹസൻ ഖാന്റെയും ഒപ്പമുള്ള തമിഴ്നാട് സ്വദേശിയുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. 14 അടി ക്യാമ്പിൽ അല്ലേ? തമിഴ്നാട്ടിൽ ഒരു ക്ലൈംബർ കൂടെ ഉണ്ട്. നാരായണൻ പേര്. ക്ലൈമറ്റ് കുഴപ്പമുണ്ടോ ഇപ്പം? എന്നിട്ട് കൊടുങ്കാറ്റടിക്കുന്ന ക്യാമ്പിൽ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. മറ്റേ ക്യാമ്പിൽ ഇപ്പോഴും കാറ്റടിച്ചുകൊണ്ടിരിക്കുക. ലോകത്തിലെ പ്രശസ്തമായ 6 കൊടുമുടികൾ കീഴടക്കിയ ഷെയ്ഖ് ഹസൻ ഖാൻ ധനകാര്യ വകുപ്പിൽ സെഷൻ ഓഫീസറാണ്. 24 പത്തനംതിട്ട. നിലമ്പൂരിൽ 1 മണി വരെ 46.73% ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയെന്ന കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നുണ്ട്. ഭേദപ്പെട്ട പോളിംഗ് എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. ഏതാണ്ട് 47% ആളുകൾ ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് 1 മണി വരെ. അപ്പോൾ കുറെ കൂടി മെച്ചപ്പെട്ടു വരുന്നുണ്ട്. വൈകുന്നേരം പോളിംഗ് അവസാനിക്കുമ്പോഴേക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഒപ്പമോ അതിന് കുറച്ച് മുന്നോട്ടോ പോകാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ അറിയുന്നത്. എല്ലായിടത്തും വോട്ടർമാരുടെ നീണ്ട നിര അല്പസമയം മുമ്പ് വരെ ഉണ്ടായിരുന്നു. വാർത്താമണിയിലേക്ക് വീണ്ടും സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 46.73% പേർ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി. 1 മണി വരെയുള്ള കണക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. വിപിൻ സി വിജയൻ നിലമ്പൂരിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. വിപിൻ, ഇപ്പോഴും ബൂത്തുകളിൽ ക്യൂ ഉണ്ടോ? സാധാരണ ഒരു 11:30-12 മണിയൊക്കെ ആകുമ്പോഴേക്കും ഒന്ന് തിരക്ക് കുറയും, പിന്നീട് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് സജീവമാകുന്നത്. നിലമ്പൂരിലെ സാഹചര്യം എന്താണ്? ഇപ്പോഴും ബൂത്തുകളിൽ ആളുണ്ടോ വിപിൻ? വിജയകുമാർ, ഈ പറഞ്ഞതുപോലെ തന്നെ സമാന സാഹചര്യം തന്നെയാണ് നിലമ്പൂരിലും. രാവിലെ നല്ലൊരു തിരക്കുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴൊന്ന് മന്ദഗതിയിലായിട്ടുണ്ട്. ഇനി ഉച്ചയ്ക്ക് ശേഷം ആ തിരക്കുണ്ടാകും. അതിന് ജോലിക്കൊക്കെ പോയിട്ടുള്ള, പണിക്കൊക്കെ പോയിട്ടുള്ള ആളുകൾ അതുവരെ തിരിച്ചു ആ സമയമാകുമ്പോഴേക്കും വരും. അങ്ങനെ വൈകിട്ടാവുമ്പോൾ തിരക്കുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ആ ഒരു നീണ്ട നിര എവിടെയും കാണാനില്ല. പക്ഷേ സ്ത്രീകൾ കൂടുതലായി വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നു എന്നുള്ളതാണ് രാവിലെ മുതലുള്ള കാഴ്ചകൾ. ഈ നിലമ്പൂർ നഗരസഭയ്ക്കുള്ളിലാണ് ഞാൻ നിൽക്കുന്നത്. നിലമ്പൂർ നഗരസഭയിൽ പുരുഷന്മാർക്ക് കൂടുതൽ സ്ത്രീ വോട്ടർമാർ ഉള്ള ഒരു സ്ഥലമാണ്. ഇതുവരെ 46% പോളിംഗ് ആണ് നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത് ഒട്ടും കുറവാണെന്ന് പറയാൻ കഴിയുകയില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം 76% പോയതാണ് 2021. അത്രയ്ക്ക് വരുമോ എന്നുള്ള കാര്യം ഒരു സംശയമായി തന്നെ നിൽക്കുകയാണ്. ഒപ്പം നല്ല മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷമാകുമ്പോഴേക്കും മഴ കൂടുതൽ ശക്തി പ്രാപിക്കാനാണ് ഒരു സാധ്യത കാണുന്നത്. അത് എത്രത്തോളം വോട്ടിങ്ങിനെ ബാധിക്കും, അല്ലെങ്കിൽ ആളുകൾ കൂടുതലായി എത്തുന്നതിനുള്ളൊരു തടസ്സമാകുമോ എന്നുള്ള സംശയം മുന്നണികൾക്കുണ്ട്. അവർ പരമാവധി വീടുകളിലേക്ക് എത്തി ആളുകളെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരുന്നതിനുള്ളൊരു ശ്രമം ആ രീതിക്ക് കൂടി നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 46% ഉച്ചയായപ്പോഴേക്കും പോയത്. ഒരു 70% എത്താനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ, വിജയകുമാർ അത് എടുത്തു പറയേണ്ടതാണ്, അതായത് കഴിഞ്ഞ ലോക്സഭ ഇപ്പോൾ ഈ ഒരു 8 മാസം മുൻപാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ പ്രിയങ്ക ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആ ഉപതെരഞ്ഞെടുപ്പിൽ 64% മാത്രമായിരുന്നു വോട്ടിംഗ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കൂടുതൽ വോട്ടിംഗ് വരണം എന്നുള്ളത് തന്നെയാണ് പോൾ
ചെയ്യുന്ന വോട്ടുകളുടെ എണ്ണം വളരെ കൂടുന്നതാണ് എല്ലാ മുന്നണികളെ സംബന്ധിച്ചിട്ടും ഇപ്പോൾ ഒരു പ്രതീക്ഷ നൽകുന്നത്. അപ്പോൾ അത് ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിൽക്കുന്നത്. എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ ബൂത്തുകളിലേക്കും ഇപ്പോൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വഴിക്കടവും അവിടെ നടന്ന രാഷ്ട്രീയ പ്രചാരണം, കടുത്ത പോരാട്ടത്തിന്റെ അന്തരീക്ഷം, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വന്ന് ക്യാമ്പയിൻ നടത്തിയതിന്റെ ഒക്കെ റിസൾട്ട് ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കേണ്ടതാണ്. ഒരു 70% പോരാ, ഒരു 75എങ്കിലും ന്യായമായും ഉണ്ടാകേണ്ടതാണ്. അത്രയും കടുത്തതായിരുന്നു പോരാട്ടം. അതുകൊണ്ട് ആ പോരാട്ടം ആളുകൾ, വോട്ടർമാർ, മണ്ഡലത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ എന്നത് വൈകിട്ട് അറിയാം അല്ലേ? അതെ, ഈ ആ ഒരു പ്രചാരണത്തിന്റെ ചൂട് അത് രാവിലത്തെ ഒരു തിരക്കൊക്കെ കണ്ടപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം എല്ലാ മുന്നണികളുടെയും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം നിലമ്പൂരിൽ ഒരു ക്യാമ്പ് ചെയ്യുകയായിരുന്നു. അവർ മുക്കിലും മൂലയിലും വരെ മന്ത്രിമാരൊക്കെ എത്തിയാണ് വോട്ടുകൾ ചോദിച്ചിരുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ, ദേശീയ നേതാക്കൾ എല്ലാവരും എത്തിയിരുന്നത്. വോട്ടിങ്ങിനെ സംബന്ധിച്ച് അത് ആദ്യം മുതൽ തന്നെ ഉള്ള ഒരു ആശങ്കയായിരുന്നു. കാരണം 8 മാസമേ ആയിട്ടുള്ളൂ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ട്. അതിനുശേഷം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമാണ് എന്നുള്ളത് കൂടുതൽ പേരും ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. ആദ്യം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അതൊരു തണുപ്പൻ തുടക്കം തന്നെയായിരുന്നു. പിന്നീട് ഈ അൻവറിന്റെ വിഷയമൊക്കെ വരുന്നു, എല്ലാ മാധ്യമ ശ്രദ്ധ കിട്ടുന്നു, ഒപ്പം പ്രധാനപ്പെട്ട നേതാക്കൾ എത്തുന്നു. അങ്ങനെ ചൂട് പിടിച്ചാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു വലിയ പോരാട്ടത്തിലേക്ക് എത്തുന്നത്. ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥികൾ ഒരു ഹൈ ക്ലാസ് പ്രൊഫൈലൊക്കെയുള്ള സ്ഥാനാർത്ഥികൾ കൂടി ആയതോടുകൂടി വലിയൊരു മത്സരത്തിലേക്ക് വരികയായിരുന്നു. പക്ഷേ അത് വോട്ടിനെ ബാധിക്കുമോ അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ ആളുകൾ കൂടുതൽ എത്തുമോ എന്നുള്ളൊരു ആശങ്ക ആദ്യം മുതൽ മുന്നണികൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ 46% ഉച്ചയ്ക്ക് ശേഷം പരമാവധി ആളുകളെ എത്തിക്കുന്നതിനുള്ളൊരു ശ്രമം 3 മുന്നണികളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകും. പി വി അൻവർ ഉൾപ്പെടെ പല ഭാഗത്തും പോയി വോട്ടുകൾ ഉറപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമം അവസാന ഘട്ടമായി നടത്തുകയാണ്. എല്ലാ ബൂത്തുകളിലേക്കും 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ കയറി ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ കാഴ്ച. ഒപ്പം മഴ അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. രാവിലെയും നല്ല മഴയുണ്ടായിരുന്നു, ഇപ്പോഴും അത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായി ആളുകൾ എത്തുമോ? സാധാരണഗതിയിൽ ഈ സ്ത്രീകളൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ ഇറങ്ങുക. അങ്ങനെ ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു 70 മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആ ഒരു 70 എന്നുള്ളതിലേക്കൊക്കെ തന്നെയായിരിക്കും ചുരുങ്ങാനും സാധ്യത. വിജയകുമാർ. ശരി വിപിൻ, എന്തായാലും അത് 70-ൽ താഴെയൊക്കെ ആണെങ്കിൽ അത് വളരെ കുറവാണ്. 75 വരേണ്ടതാണ്. അപ്പോൾ വലിയ പോരാട്ടം നടന്നതാണ്, പ്രചാരണം നടന്നതാണ്, അത്രയും രാഷ്ട്രീയ നാടകങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന വോട്ടെടുപ്പിൽ പ്രതിഫലിക്കേണ്ടതാണ്. ജനങ്ങൾ അതൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടോ എന്നത് ഇന്ന് വൈകിട്ട് തന്നെ അറിയാം. റിസൾട്ട് അറിയുന്നതിന് മുമ്പ് തന്നെ എന്തായിരുന്നു ജനങ്ങളുടെ മനസ്സിലിരിപ്പ്, വോട്ടെടുപ്പിനോടുള്ള ഈ ഉപതെരഞ്ഞെടുപ്പിനുള്ള അവരുടെ പ്രതികരണം എന്താണ് എന്നത് ഇന്ന് വൈകിട്ട് തന്നെ അറിയാൻ കഴിയും. കനത്ത മഴ ഒരു പ്രതികൂല കാലാവസ്ഥയായി ഈ വോട്ടെടുപ്പിനെ ബാധിക്കുന്നുണ്ടോ എന്നൊരു സംശയവും വിപിൻ സി വിജയൻ പങ്കുവയ്ക്കുന്നുണ്ട് നിലമ്പൂരിൽ നിന്ന്. അതേസമയം ഉപതെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി മണ്ഡലത്തിലെ പ്രധാനികൾ. നിലമ്പൂർ ആയിഷ, മുസ്ലിം ലീഗ് നേതാവ് പി വി അബ്ദുൽ വഹാബ് MP, മലപ്പുറം DCC അധ്യക്ഷൻ VS ജോയ് അടക്കമുള്ളവർ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അവരുടെ പ്രതീക്ഷകളും പങ്കുവച്ചു. ഇടത് സഹയാത്രികയും കലാകാരിയുമായ മണ്ഡലത്തിലെ സെലിബ്രിറ്റി വോട്ടർ നിലമ്പൂർ ആയിഷ പോളിംഗ് തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുമ്പേ പോളിംഗ് ബൂത്തിലെത്തി. നിലമ്പൂർ മൂക്കട്ട ഗവൺമെന്റ് LP സ്കൂൾ 196 ബൂത്തിലെ ആദ്യ വോട്ടറായി ഹിതം രേഖപ്പെടുത്തി. 90 പിന്നിട്ട നിലമ്പൂർ ആയിഷ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലടക്കം സ്വരാജിനായി രംഗത്തിറങ്ങിയിരുന്നു. സ്വരാജ് ജയിക്കുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചു. അത് നിങ്ങൾ ചോദിക്കുന്നതിനോട് അത് ഞാൻ സ്വരാജിനെ കൊടുക്കുള്ളൂ. മുസ്ലിം ലീഗ് നേതാവും രാജ്യസഭാ MPയുമായ PV അബ്ദുൽ വഹാബിന് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഗവൺമെന്റ് മോഡൽ UP സ്കൂളായിരുന്നു വോട്ടിംഗ് കേന്ദ്രം. 7 മണിക്ക് തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി. പോളിംഗ് കുറഞ്ഞാൽ UDFന്റെ ഭൂരിപക്ഷത്തെ ബാധിക്കുമെന്നും ആശങ്ക പ്രകടിപ്പിച്ചു. അൻവർ LDF വോട്ടുകൾ പിടിക്കുമെന്ന പ്രതീക്ഷയും. LDFന്റെ പിടിക്കും. സംതൃപ്തരായ മാർക്സിസ്റ്റ് ആൾക്കാരുടെ റെപ്രസെന്റ് ചെയ്യുന്ന ആളല്ലേ. പോത്തുങ്കൽ പഞ്ചായത്തിലെ വെള്ളിമുറ്റത്തെ 126 ബൂത്തിലെത്തിയാണ് DCC അധ്യക്ഷൻ VS ജോയ് വോട്ട് രേഖപ്പെടുത്തിയത്. കാലാവസ്ഥ പ്രതികൂലമായാലും UDFന്റെ എല്ലാ വോട്ടുകളും പെട്ടിയിലാക്കാൻ താഴെത്തട്ടിൽ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പ്രതികരണം. വഴിക്കടവ് പഞ്ചായത്തിലെ തണ്ണിക്കടവിൽ വോട്ട് രേഖപ്പെടുത്തിയ 50 പേർക്ക് VVPATൽ നിന്ന് സ്ലിപ്പ് വരാത്ത സംഭവത്തിൽ റീപോളിംഗ് വേണമെന്നും ആവശ്യം. പോളിംഗ് എത്ര കുറഞ്ഞാലും ഞങ്ങളെ അത് ബാധിക്കില്ല. പൂർണ്ണമായും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ മഴ മുൻകൂട്ടി കണ്ടു തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമി UDF ബന്ധം ഏറെ ചർച്ചയായ നിലമ്പൂരിൽ ജമാഅത്ത് ഇസ്ലാമി അമീർ മുജീബ് റഹ്മാൻ രാവിലെ 8:45 കൂറ്റമ്പാറ ALP സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. വിവാദങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് പറയാനുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം പറയുമെന്നും പ്രതികരണം. ഇതുവരെ ഈ നിമിഷം വരെ ജമാഅത്തെ ഇസ്ലാമി സംസാരിച്ചിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരുപാട് തിയറികളും സിദ്ധാന്തങ്ങളും നെറേറ്റീവുകളും ഒക്കെ നിലമ്പൂർ മണ്ഡലത്തിൽ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു പ്രസ്ഥാനം എന്നുള്ള അർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കും പറയാനുണ്ടാവും. അത് ജമാഅത്തെ ഇസ്ലാമി പറയും. പോളിംഗ് കുറഞ്ഞാലും കൂടിയാലും വിജയപ്രതീക്ഷയെ മങ്ങലേൽപ്പിക്കില്ല എന്ന വിലയിരുത്തലിലാണ് മുന്നണികൾ. 24 നിലമ്പൂർ.
നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഒരു പോളിംഗ് ബൂത്തിലെത്താൻ അതിസാഹസിക യാത്ര തന്നെ വേണം. പുന്നപ്പുഴയിൽ ഇരച്ചെത്തുന്ന വെള്ളപ്പാച്ചിലിനെ മറികടന്ന് നീങ്ങുന്ന ഒരു ചെങ്ങാടമാണ് ആശ്രയം. 256 വോട്ടർമാരുള്ള പുഞ്ചക്കൊല്ലി ഉന്നതിയിലെ പോളിംഗ് ബൂത്തിലേക്ക് 24 പ്രതിനിധി സുർജിത് അയ്യപ്പത്തും സംഘവും നടത്തിയ ഒരു സാഹസിക യാത്ര കാണാം. കൂലം കുത്തിയൊഴുകുന്ന ഈ പുന്നപ്പുഴ താണ്ടി വേണം പുഞ്ചക്കൊല്ലി അളക്കൽ ഉന്നതികളിലെത്താൻ. അവിടെ ഒരു പോളിംഗ് ബൂത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. ട്രൈബൽ സ്കൂളിലാണ് പോളിംഗ് ബൂത്ത് ഉള്ളത്. പുഴ കടക്കാൻ ചങ്ങാടമാണ് ആശ്രയം. അപ്പുറത്ത് കിടക്കുന്ന ചങ്ങാടം ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അതിനായി ഇത് ഒരാൾ പോവുകയാണ്. അത് നമുക്ക് ആ കാഴ്ചയൊന്ന് കാണാം. പുന്നപ്പുഴ കടക്കുകയാണ്. ഈ ചങ്ങാടത്തിൽ ഏറിയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്ര. ഏറെ സാഹസികം നിറഞ്ഞ യാത്രയാണിത്. നേരത്തെ ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു, ആ പാലം തകർന്നു. അതേ തുടർന്ന് അതീവ ദുർഘടമായ ഒരവസ്ഥയാണ്. ഈ അവസ്ഥയിലൂടെയാണ് ഇവർ അപ്പുറത്തേക്ക് കടക്കുന്നത്. യാത്ര തുടങ്ങുന്നു. അങ്ങനെ ഞങ്ങൾ പുന്നപ്പുഴയുടെ മറുകര എത്തി. ഏറെ സാഹസികമായിരുന്നു യാത്ര. ചങ്ങാട യാത്ര എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. നമ്മൾ നേരെ ഉന്നതിയിലെ ആ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് ഉന്നതിയിലേക്ക് ഏതാണ്ട് 1 കിലോമീറ്ററോളം യാത്രയുണ്ട്. ഇവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രീ സ്കൂളിലാണ് പോളിംഗ് ബൂത്തായി പ്രവർത്തിക്കുന്നത്. 42 നമ്പർ ബൂത്ത്. ഇവിടെ 256 വോട്ടർമാരാണ് ആകെയുള്ളത്. അതിൽ 129 പേർ പുരുഷ വോട്ടർമാർ, മറ്റുള്ളവർ സ്ത്രീ വോട്ടർമാർ. എന്തായാലും പോളിംഗ് പ്രക്രിയ ഇവിടെയും മുന്നോട്ട് പോവുകയാണ്. ഇവിടെ കുറേ വോട്ടർമാരുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. ഈ നാട്ടിൽ കുറേ അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കേൾക്കുന്നത്. യാത്രയൊക്കെ വലിയ പ്രശ്നമല്ല ശരിക്കും? ഭയങ്കര പ്രശ്നമാണ്. ബുദ്ധിമുട്ടും പറഞ്ഞാൽ പാലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ചങ്ങാട വഴിയാണ് ഇപ്പോൾ അക്കരക്കൊക്കെ പാസ് ചെയ്യുന്നത്. പേരൊക്കെ 2-3 കൊല്ലം കഴിയാനായി. ഞങ്ങൾ മരിച്ചിട്ടൊക്കെ പേര് പണി തീർക്കുള്ളൂ. അങ്ങനത്തെ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. 400-500 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് ഉണ്ടാക്കാൻ 2 വർഷമായി ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല. അതിൽ കയറി കിടക്കാൻ പറ്റില്ല. ഇപ്പോൾ പാലത്തിൻ്റെ കാര്യം ഇപ്പോൾ പണി തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് എന്തായാലും 2 JCB എടുത്തിട്ട് 2 മണ്ണ് മാന്തൽ അത്തരം പരിപാടി മാത്രമേ ഉള്ളൂ. പുഞ്ചക്കൊല്ലി ഉന്നതിയിൽ നിന്ന് ഏതാണ്ട് 7 കിലോമീറ്റർ അകലെയാണ് അളക്കൽ ഉന്നതി. അവിടെ 70 വോട്ടർമാരുണ്ട്. അവരും പുഞ്ചക്കൊല്ലിയിലേക്ക് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തുന്നുണ്ട് എന്നുള്ളതാണ് കാഴ്ച. ഇവിടെ നിന്ന് മടങ്ങുകയാണ് തിരിച്ച് നിലമ്പൂരിലേക്ക്. സുർജിത് അയ്യപ്പത്ത്, 24 നിലമ്പൂർ. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. സ്വാഗത പ്രാസംഗികന്റെ പുകഴ്ത്തലിൽ അസ്വസ്ഥനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിക്കിടെ സ്വാഗത പ്രസംഗം വേഗത്തിൽ അവസാനിപ്പിക്കാൻ സംഘാടകർക്ക് നിർദ്ദേശം നൽകേണ്ടി വന്നു. മുഖ്യമന്ത്രി കേരളത്തിന്റെ വരദാനം, ലെജൻഡ് എന്നിങ്ങനെയായിരുന്നു പുകഴ്ത്തൽ. വേദി തിരുവനന്തപുരം ടാഗോർ തിയേറ്റർ. വായനാ ദിനത്തോടനുബന്ധിച്ച് PN പണിക്കർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയെ വാനോളം പുകഴ്ത്തി സ്വാഗത പ്രാസംഗികൻ N ബാലഗോപാൽ. മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നു ദ ലെജൻഡ് ഓഫ് കേരള എന്നല്ല നമ്മളത് പറയുന്നത്. ഞങ്ങൾ പറയുന്നത് അദ്ദേഹം കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ലെജൻഡറി ഹീറോ ആണ്. അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ലെജൻഡറി ഹീറോ ആണ്. പുകഴ്ത്തൽ പരിധി വിട്ടതോടെ മുഖ്യമന്ത്രി അസ്വസ്ഥനായി. കാര്യം പിടികിട്ടിയ പന്നിൻ രവീന്ദ്രൻ ഇക്കാര്യം സംഘാടകരെ അറിയിച്ചു. വേദിയിലുണ്ടായിരുന്ന മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാറും പ്രസംഗം ചുരുക്കാൻ നിർദ്ദേശിച്ചു. പ്രസംഗം അവസാനിപ്പിക്കാൻ പറഞ്ഞെങ്കിലും പിന്നെയും മിനിറ്റുകളോളം നീണ്ടു. 20 മിനിറ്റാണ് സ്വാഗത പ്രസംഗം നീണ്ടുപോയത്. കുറിപ്പ് കയ്യിൽ കിട്ടിയതോടെ ഇനി പ്രസംഗിച്ചാൽ മുഖ്യമന്ത്രി ദേഷ്യപ്പെടുമെന്ന് പറഞ്ഞ് പ്രാസംഗികൻ പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങി. അല്പം നീണ്ടുപോയ പ്രസംഗം മുഖ്യമന്ത്രി ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. 24 തിരുവനന്തപുരം.
വന്യജീവി ആക്രമണങ്ങളിൽ നിരന്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് വയനാട്ടുകാർ. അപകടകാരികളായ കടുവകൾ മനുഷ്യജീവൻ അപഹരിക്കുന്നതിന് പരിഹാരമായാണ് 2022 വയനാട് കുറിച്യാട് വനമേഖലയിൽ ആനിമൽ ഹോസ്പൈസ് സെന്റർ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് സർക്കാർ തുടങ്ങിയത്. പിടികൂടുന്ന കടുവകളെ വീണ്ടും വനത്തിൽ തുറന്നുവിടാതെ ഹോസ്പൈസിലെത്തിച്ച് മരണം വരെ അവിടെ പാർപ്പിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ 10-12 വർഷത്തിനിടയിൽ 50 കടുവകളെ മനുഷ്യജീവന് അപകടകരമായതെന്ന് കണ്ടെത്തി പിടികൂടിയിരുന്നു. അതിൽ 47 കടുവകളും വയനാട്ടിൽ നിന്നായിരുന്നു. ഈ കാലയളവിൽ കടുവകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 12 പേരിൽ 9 പേരും വയനാട്ടിൽ നിന്നുള്ളവർ. വയനാട്ടിൽ അപകടകാരികളായ കടുവകൾ നിരന്തരം മനുഷ്യവാസ മേഖലകളിലെത്തുകയും നിരവധി പേർ കടുവകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തതിനെ തുടർന്നാണ് അപകടകാരികളായ കടുവകളെ ആജീവനാന്തം പാർപ്പിക്കുന്നതിനായി സർക്കാർ അനിമൽ ഹോസ്പൈസ് ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് 2022 തുടക്കം കുറിച്ചത്. കഴിഞ്ഞ 10-13 വർഷത്തിനിടയിൽ ഏകദേശം 12ഓളം ആൾക്കാരെ കടുവയുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് കേരളത്തിൽ. അതിൽ 9 കേസുകളും വയനാട്ടിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം വയനാടെന്ന് പറയുന്നത് കഴിഞ്ഞൊരു 15 വർഷത്തോളം കാലമായിട്ട് ഇത്തരത്തിൽ കടുവ മനുഷ്യൻ ആയിട്ടുള്ള സംഘർഷം ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ജില്ലയാണ്. 2022 ഫെബ്രുവരി മാസം 26-ാം തീയതിയാണ് നമ്മുടെ ആനിമൽ ഹോസ്പൈസ് ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എന്ന പേരിൽ നമ്മുടെ ഈ ഒരു സംവിധാനം വയനാട്ടിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. വയനാട് വന്യജീവി സങ്കേതത്തിന് കീഴിലുള്ള കുറിച്യാട് വനമേഖലയിലാണ് ഈ സംരംഭത്തിന് തുടക്കമായത്. പിടികൂടിയ ആക്രമണകാരികളായ പല കടുവകളും പരിക്കുകൾ കൊണ്ടും പ്രായാധിക്യം കൊണ്ടും അവശരായിരുന്നു. പിടികൂടുന്ന കടുവകളെ കാട്ടിലെവിടെയെങ്കിലും തുറന്നുവിടുന്ന പക്ഷം അവ വീണ്ടും നാട്ടിലേക്ക് മടങ്ങിയെത്തുമെന്ന ആശങ്ക ജനങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ അനിമൽ ഹോസ്പൈസ് ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് വന്നതോടെ കടുവകളെ ഇങ്ങനെ മറ്റിടങ്ങളിൽ തുറന്നുവിടാതെ അവയുടെ മരണം വരെ ഹോസ്പൈസിൽ പാർപ്പിക്കുന്നതാണ് പദ്ധതി. നിലവിൽ വയനാട്ടിലെ അനിമൽ ഹോസ്പൈസിൽ 7 കടുവകളാണ് ഉള്ളത്. ഈ കടുവകളെ ഇനിയൊരിക്കലും വനത്തിലേക്ക് തുറന്നുവിടില്ലാത്തതിനാൽ അത്തരം ആശങ്കകൾക്ക് ഇനി അടിസ്ഥാനവുമില്ല. ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്ത് വീണ്ടും കാട്ടാനക്കലിയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. പാലക്കാട് മുണ്ടൂരിലെ ഞാറക്കോട് സ്വദേശി കുമാരനെയാണ് കാട്ടാന വീട്ടുമുറ്റത്ത് വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയത്. ജനരോഷത്തെ തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് കുമാരന്റെ മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. അവിടെ ജനങ്ങൾ വളരെ പ്രകോപിതരാണ്. അത് സ്വാഭാവികമായ ഒരു പ്രതികരണമാണ്. പ്രശ്നപരിഹാരത്തിൽ ഇടപെടാൻ പാലക്കാട് ജില്ലാ കളക്ടർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും ആനകളെ തുരത്തുന്ന ഒരു സമ്പ്രദായം പഴഞ്ചൻ രീതിയിലുള്ളതാണ്. പമ്പ് ആക്ഷൻ ഗൺ എന്ന് പറയുന്ന ഒരു പുതിയ വെടിവെക്കാനുള്ള സംവിധാനം അത് ഇന്ന് പാലക്കാട് പരീക്ഷിക്കും. റബ്ബർ ബുള്ളറ്റ് ഉപയോഗിക്കുന്നതിന് പകരം അതിനേക്കാൾ കുറച്ചുകൂടി ശക്തിയുള്ള ശേഷിയുള്ള ഒരു സംവിധാനമാണ്. അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ച് ആനകളെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കും. പൂവച്ചൽ ഖാദർ മീഡിയ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച വാർത്താ അവതാരകനുള്ള പുരസ്കാരം 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണന്. മികച്ച പൊളിറ്റിക്കൽ സട്ടയറിനുള്ള പുരസ്കാരത്തിന് ശ്രീനിത കൃഷ്ണൻ അർഹയായി. മികച്ച കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമിനുള്ള പുരസ്കാരം 24ലെ കലികാലത്തിന് ലഭിച്ചു. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.